ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ കാർത്തികയുടെ വിവാഹത്തിന്റെ അവസരമാണോ അത് വെച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം അതും എനിക്ക് ഓർമ്മയില്ല സാറേ, എന്തായാലും ഇത് 2-3 മാസമൊക്കെ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ തെങ്ങ് എന്തായാലും പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ശാന്തേച്ചി പറയാണ്, ആയിരിക്കും സാറേ, കാരണം ഇപ്പൊ എല്ലാവരും 2-3 വർഷത്തിട്ട് കായ്ക്കുന്ന തെങ്ങല്ലേ വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല പറയുകയാണ്. അപ്പൊ ആ സമയം താഴത്ത് നിന്ന് തേങ്ങ ഇടാലോ എന്നിങ്ങനെ പോലീസ് പരിഹസിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ആരാ ഇത് ഇവിടെ വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് തെങ്ങ് കയറാൻ വന്ന ആരോ വെച്ചതാണ് എന്ന മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ CI അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒന്നും കൂടി ഒന്ന് ശാന്തേച്ചി തിരിഞ്ഞു നോക്കുകയാണ്. ശാന്തേച്ചി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജീപ്പിൽ കയറിയിട്ട് പോലീസ് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് ഈ ഫാമിലേക്കാണ്, അതായത് ചെടികളൊക്കെ വിൽക്കുന്ന അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് നേരെ ചെന്നിട്ട് അവിടെ ഒരു ഇത്തിരി പ്രായമായിട്ടൊരു മനുഷ്യനുണ്ട്. അയാളുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. എന്താ സാറ് ഈ വഴിക്കൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്? അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സാറ്, സാറിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് നിങ്ങളുള്ള വില മുഴുവനും പറയില്ലേ, സാറ് പറഞ്ഞോ, സാറിന് വില കുറച്ച് തരാമെന്നും അയാൾ മറുപടി പറയാണ്. ഞാൻ ചെടി മേടിക്കാനൊന്നും വന്നതല്ല, പിന്നെ നിങ്ങൾക്ക് ആ RS കൺസ്ട്രക്ഷനിലെ കിരണിനെ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അറിയും സാറേ എന്ന് പറയാണ്. അവര് ഇവിടെ നിന്നും എന്തെങ്കിലും തെങ്ങും തൈ മേടിച്ചു കൊണ്ട് പോയായിരുന്നു ഇപ്പം അടുത്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കിരൺ പറഞ്ഞ അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ആളിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ കിരൺ സാറല്ല വാങ്ങിക്കൊണ്ട് പോയത്, കിരൺ സാറിന്റെ ഭാര്യയില്ലേ കല്യാണി, അതിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് രതീഷ് എന്നാണ് ആളുടെ പേര്, അയാളാണ് വാങ്ങിക്കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട്. അതെന്നാ വാങ്ങിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പോലീസ് ചോദിക്കണ്ടേ എന്തേ കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവര് പറഞ്ഞ മറുപടി അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പുറകിൽ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചായി 2-3 മാസമായി എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സാറ് 2-3 മാസമായി അവർ വാങ്ങിക്കൊണ്ട് പോയിട്ട് എന്ന് ഈ പറയുന്ന ആള് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻകുട്ടി എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ നാമമാണ് പേരായിട്ടുള്ളത്, എന്തായാലും അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയില്ലെന്ന് വിചാരിക്കുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഈ പറയുന്ന പോലീസ്. എന്നിട്ട് പോലീസ് വീണ്ടും ആളിങ്ങനെ ഒരു സംശയത്തിന്റെ രൂപത്തിലൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എന്തായാലും അയാള് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കിരണിനെ കാണിക്കുന്നുണ്ട്. അതായത് കിരൺ ഇവളെ ആശുപത്രിയിൽ അങ്ങനെ നിൽക്കാണ്, കൂടെ കാദംബരിയുണ്ട്. അപ്പോൾ വേലുവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയാനിട വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കിരൺ പറയുകയാണ്, അതെ കാദംബരി, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം, അവിടെ ആൾക്ക് എന്നെ നല്ല സംശയമുണ്ട്, കേസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്നെ കല്യാണിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു കാര്യമാണ് ഈ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ കല്യാണിയെ എന്തെങ്കിലും പറഞ്ഞ് ഇതാക്കണം, ഞാൻ സ്റ്റേഷനിലാണെന്നൊന്നും പറയരുത്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ കിരൺ സാറെ പോയി കഴിഞ്ഞാൽ വരില്ല എന്ന് പറയുന്നത്, സാറ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാദംബരിയോട് കിരൺ പറയുന്നുണ്ട്, കാദംബരി നിനക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ എന്നെ വിടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കല്യാണം ഒരു കാരണവശാലും അറിയരുത് ഞാൻ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കാദംബരി. അങ്ങനെ കിരൺ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കിരണ് നേരെ പോകുന്നത്. അപ്പോൾ ഇതേ സമയത്ത് ഇവിടെ പോലീസ് വീണ്ടും നമ്മുടെ വേലുവിനെയും ഇവനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ സത്യം പറയടാ, ആരാടാ ഈ ഗംഗപ്രസാദിനെ കൊന്നത് ആരാടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ 2 പേരും അല്ലെങ്കിൽ നിങ്ങളുടെ ബോസായിരിക്കും കിരൺ അല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വേലു പറയുന്നുണ്ട്, അയ്യോ കിരൺ സാറല്ല കൊന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ആരാടാ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണ് സാറെ കൊന്നത് എന്ന് പറയുന്നുണ്ട്. നീ കുറ്റമേറ്റെടുത്താൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, പിന്നെ ഞാനിവിടെ അന്വേഷണം നിർത്തും, പിന്നെ നിന്റെ കിരൺ സാർ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ സത്യം പറ, എന്നാലും എന്താ ചെയ്തത്, എന്താ സംഭവിച്ചത് എന്ന് എന്നിങ്ങനെ വേലുവിനോട് പോലീസ് ഇങ്ങനെ ചോദിക്കാണ്. കൂടെ SI ഉണ്ട്, അതുപോലെ രതീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ രതീഷ് ഈ ഒരു കാര്യം കേട്ട് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ സമയത്ത്
അവർ രതീഷ് പറയുകയാണ്. അത് പിന്നെ കിരൺ സാറ് അവനെ തല്ലി ചതച്ച് ഇങ്ങനെ അവൻ ഓടുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു ഇരുമ്പ് വടി കൊണ്ട് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ്റെ തലയ്ക്ക് ആ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും അതുപോലെ ആ വടി എറിഞ്ഞു കളയുകയും ചെയ്യുന്നുണ്ട്. ആ അടിയിലാണ് അവൻ മരിച്ചത് എന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു, എന്നിട്ട് അവൻ്റെ ബോഡി എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. പോലീസ്. അപ്പോൾ ആ സമയത്ത് അതറിയില്ല സാറേ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറയടാ, വല്ല പുഴയിലങ്ങനെ താത്തിയതാണോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ആ സമയത്ത് ഇല്ല സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നിങ്ങൾ എന്തായാലും സെല്ലിൽ കിടക്കുക എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും വീണ്ടും സെല്ലിൻ്റെ അകത്തേക്ക് ഇടുകയാണ് CI. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത്. അപ്പോൾ കിരൺ അവിടേക്ക് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് താൻ വന്നോ, എന്തായാലും അവനെ കൊന്നത് വേലുവാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ CI പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വേലുവോ എന്ന് ചോദിക്കുകയാണ്. അതെ സാറേ, അവനൊന്നല്ല കൊന്നത്, ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് കിരൺ മറുപടി പറയുകയാണ്. അപ്പോൾ അത് ശരി, ഇപ്പം ആരാ കൊന്നതെന്നായപ്പോൾ അതെ, നിങ്ങൾ കൊന്നതിലൊന്നും പ്രശ്നമില്ല, കാരണം അവൻ അങ്ങനെ ഒരാളായിരുന്നു. നിങ്ങൾ ചെയ്തത് എന്താന്ന് വെച്ചാലേ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവനെ അവിടേക്ക് വന്നത് നിങ്ങൾ തല്ലി ചതച്ച് കാണും. അവൻ ഒരുപാട് പേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ അവിടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തല്ലി ചിലപ്പോൾ അബദ്ധത്തിൽ മരണപ്പെട്ട് കാണും. പക്ഷേ നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തു? ആ ബോഡി നിങ്ങൾ സംസ്കരിക്കാനോ നിങ്ങൾക്ക് അത് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ്. അതിന് നിങ്ങൾക്ക് ശിക്ഷ നല്ലത് തന്നെ കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, അതെ സാറേ, അവൻ അവിടേക്ക് വന്നത് കാർത്തികയുടെ വിവാഹം മുടക്കാൻ അതുപോലെ തോക്കുമായിട്ട് ചൂണ്ടി നിൽക്കുന്ന അവനെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിത്തെറിപ്പിച്ച് അവനെ ഇടിച്ച് പഞ്ചറാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവസാനം ഉണ്ടായത് എന്നിങ്ങനെ. അപ്പം മരണം അങ്ങനെ സംഭവിച്ചതാണ്. എന്നിട്ട് എന്താ ചെയ്തത് ബോഡി എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല സാറേ, കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കല്യാണം ഞങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു, മുഹൂർത്ത സമയമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാനും അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ ബോഡി കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കാമോ എന്നിങ്ങനെ ചോദിക്കണം. എന്തായാലും കോടതിയിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നിങ്ങൾ സെല്ലിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും നല്ല കമ്പനി നാട്ടിൽ. അത് നിങ്ങൾക്ക് തന്നെ ഞാൻ അതിൻ്റെ വർക്ക് തരുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഞാൻ കണ്ടുകൊടുത്തില്ല. പിന്നെ നിങ്ങളുടെ കമ്പനിയാണെങ്കിലും നല്ല സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യവും വരികയും നിങ്ങളോടില്ല. പക്ഷേ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് അതെൻ്റെ ഒരു ചുമതലയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരണിനെ സെല്ലിലേക്ക് അടയ്ക്കുകയാണ്. അപ്പം നമ്മുടെ SI പറയുന്നുണ്ട്, സാറേ എന്നോടൊന്നും തോന്നല്ലേ സാറേ, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ CI എന്നെയായിരിക്കും ഈ സെല്ലിലിട്ട് അടയ്ക്കാൻ പോകുന്നത് എന്ന് SI പറയുന്നുണ്ട്. അത് സാരില്ല എന്ന് കിരൺ പറയുകയാണ്. അങ്ങനെ 3 പേരും ആ സെല്ലിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേലു പറയുന്നുണ്ട്, സാറ് എന്തിനാണ് ഇതിൻ്റെ അകത്ത് കിടന്നത്? സാറ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്ത് കിടക്കായിരുന്നില്ലേ? അപ്പോൾ അപ്പം നിന്നെ വിശ്വസിച്ച് നിന്റെ പെണ്ണായിട്ട് വന്നതല്ലേ അമലു, അപ്പോൾ അവളോട് എന്ത് പറയും? നിന്റെ മാമി എന്ത് വിചാരിക്കുമെന്നിങ്ങനെ ചോദിക്കുകയാണ്. സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അവരൊന്നും വിചാരിക്കില്ല, അവർക്ക് സന്തോഷമേ ആകുള്ളൂ. സാറ് പുറത്തുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷപ്പെടുത്താലോ എന്നിങ്ങനെ പറയുന്നുണ്ട് വേലു. അപ്പോൾ ആ സമയത്ത് ഇവൻ വെറുതെ ആവശ്യമില്ലാതെ കുറ്റം ഏറ്റെടുത്തതാണ് സാറേ എന്ന് രതീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം കിരൺ പറയുകയാണ്, ഞാൻ പുറത്തില്ലെങ്കിലും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ആൾക്കാരുണ്ട്, നമ്മളെ 3 പേരെയും രക്ഷപ്പെടുത്തും. എൻ്റെ അച്ഛനടക്കം എല്ലാവരും നല്ല സ്ട്രോങ് ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ് സെല്ലിൻ്റെ അകത്ത്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.